വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നതിനെയും സോണിയാഗാന്ധി വിമർശിച്ചു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് മണ്ഡല പുനർനിർണയം നടപ്പാക്കാനുള്ള നീക്കം അങ്ങേയറ്റം അപകടകരവും ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നാക്രമണവുമാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നിരസിച്ചുവെന്നും സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. കൃത്യമായി എംപിമാർക്ക് നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അറിയിച്ചിട്ടില്ല. ബംഗാൾ തിരഞ്ഞെടുപ്പിന് ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. അടുത്ത സമ്മേളന കാലയളവിൽ ബില്ല് അവതരിപ്പിച്ചാൽ എന്ത് പ്രശ്നമെന്ന് സോണിയാഗാന്ധി ചോദിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണ് എന്നതാണ് സോണിയാഗാന്ധി ആരോപിക്കുന്നത്. വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കുന്നതിനെയും സോണിയാഗാന്ധി രൂക്ഷമായി തന്നെ വിമർശിക്കുകയുണ്ടായി. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് മണ്ഡല പുനർനിർണയം നടപ്പാക്കാനുള്ള നീക്കം അങ്ങേയറ്റം അപകടകരവും ഭരണഘടനയ്ക്ക് മേലുള്ള കടന്നാക്രമണവുമാണെന്ന് സോണിയാഗാന്ധി പറയുകയുണ്ടായി. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് പ്രതിപക്ഷം പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി ഇത് നിരസിച്ചുവെന്നും സോണിയാഗാന്ധി കുറ്റപ്പെടുത്തുകയുണ്ടായി. കൃത്യമായി എംപിമാർക്ക് നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അറിയിച്ചിട്ടില്ല എന്നും സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സമ്മേളന കാലയളവിൽ ബില്ല് അവതരിപ്പിച്ചാൽ എന്താണ് പ്രശ്നമെന്നും സോണിയാഗാന്ധി ചോദിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് സോണിയാഗാന്ധിയുടെ വിമർശനം.